ആ ഭാഗത്താണ്. അവിടുന്ന് வெயில் வந்துருச்சு, மழையும் முடிஞ்சிருச்சு. മലയാളം അറിയാത്തവരുണ്ട്. 4 പേർക്ക് മലയാളം 5 പേര് മലയാളികളുണ്ട്. 7 പേര് ഹിന്ദി. If anybody from out of Kerala, we don't have any other language system. Otherwise, we can say Kerala local language. So if anybody is ready to translate you, then you can. Otherwise, we don't have any solution. You can go by to this. മലയാളം അറിയാവുന്നവരുടെ ശ്രദ്ധിക്കും. ഓക്കെ. സോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത 2 മണിക്കൂർ സമയം ഒരു ഹെവി ട്രാഫിക്കുള്ള ട്രാഫിക്കിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇത് ക്യാപ്റ്റൻ അനൂപ് ഇദ്ദേഹത്തിന് 2 സൈഡ് കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുന്ന് യാത്രകൾ ആസ്വദിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അറിയാതെ ചാടി എഴുന്നേറ്റ് പോകും. അപ്പോൾ മനസ്സിനെ ശരീരത്തിനെ നിയന്ത്രിക്കുക, ഇരിക്കുക. ഇനി നിന്നെ യാത്ര കാണണമെന്നുള്ളവർക്ക് നേരെ പുറകിലോട്ട് പോകും. പുറകിലൊരു ഓപ്പൺ ഡെക്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ ഇങ്ങനെ അതിർത്തി കാരണം എന്ന് പറയുന്നത് 450 പവറും അപ്പുറത്തെ ബോട്ടിന്റെ കൺട്രോളിംഗ് പാലമാണ്. അത് യാത്രക്കാരകത്തോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഓർഡറാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്കുള്ള വരവ് നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സാധാരണ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ചില യാത്രയാണ്. അത് കരയിൽ കൂടുന്നുള്ള യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കുറച്ചിരിക്കേണ്ട കുറച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. അതെന്താ നമ്മൾ പുറകെ അനൗൺസ്മെന്റ് ചെയ്യും. അത് മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. നമ്മൾ ഇതിനകത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്താണ് കാണാൻ പോണത്, എവിടെയാണ് പോണത്, എന്താ അതിനുള്ള എന്തെങ്കിലും പ്രത്യേകതയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് മുഴുവൻ ആളുകളുടെയിലും അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ വിനോദയാത്രയേക്കാൾ ഉപരി ഒരു വിജ്ഞാന യാത്ര ഇവിടെ ആയിരിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ഥലങ്ങൾ കാണാൻ വരുന്നവരെ സ്ഥലങ്ങളോടും പരിചയപ്പെടുത്തി വിടുക എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള സൗകര്യമുള്ളൂ. അവയിൽ മാറുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ്. സപ്പോർട്ട് ചെയ്യട്ടെ. കുഴപ്പമില്ല. നമസ്കാരം പ്രിയ സഞ്ചാരികളെ. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഒരു അവതരണത്തിന്റെ സ്വാതന്ത്ര്യം തേടി സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന വേഗാറ്റ് എന്ന ഉല്ലാസനൗക തിരഞ്ഞെടുത്ത് ഇന്നേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിനോദസഞ്ചാരികൾക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഊഷ്മളമായ സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ തുറമുഖ പട്ടണം ആലപ്പുഴയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പൗരാണിക ഫെറി സ്റ്റേഷൻ ആലപ്പുഴ ബോർഡ്യത്തിൽ നിന്നും നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഉല്ലാസയാത്രയ്ക്ക് ആമുഖമായി ഈ ജലയാനത്തിന്റെ ജലപഥങ്ങളെ കുറിച്ച്, അതായത് വരുന്ന 5 മണിക്കൂർ സമയം ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എന്നൊരു ലഘു വിവരണം ആമുഖമായി തന്നെ സഞ്ചാരികളിലേക്ക് പകർന്നു പോകട്ടെ. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കനാൽ എന്ന ചരിത്രപ്രസിദ്ധമായ കനാലിലൂടെയാണ്. ചരിത്രാതീത കാലത്ത് കേരളത്തിൽ ചരക്ക് നീക്കത്തിന്റെ പ്രധാന ജീവനാഡിയായി പ്രവർത്തിച്ചിരുന്ന വടക്കനാലിലൂടെ ഏകദേശം 5 മിനിറ്റോളം ദൈർഘ്യമുള്ള യാത്ര പിന്നിടുമ്പോൾ ലോകപ്രസിദ്ധ ജലകായിക മേളയായ നെഹ്റു ട്രോഫി ജലമേള അരങ്ങേറുന്ന അരമണിക്കൂർ സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാതിരാമണൽ ദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ച് കുടുംബശ്രീ ഒരുക്കുന്ന വിഭവ സമൃദ്ധമായ കുട്ടനാടൻ ഉച്ചഭക്ഷണത്തോടുകൂടി പിന്നീട് നാം യാത്ര പുനരാരംഭിക്കുന്നത് ലോകപ്രസിദ്ധ ഉൾനാടൻ ജലവിനോദ സഞ്ചാര ഗ്രാമം കുമരകം എന്ന കായൽ ഗ്രാമത്തിന്റെ തീരങ്ങളിലേക്കാണ്. കുമരകം എന്ന കായൽ ഗ്രാമത്തിന്റെ കായൽ സൗന്ദര്യവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പിന്നീട് നമ്മളുടെ ജലവാഹനം എത്തിച്ചേരുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നും കായൽ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ലോകപ്രസിദ്ധമായി തീർന്ന കുട്ടനാടെന്ന കാർഷിക മേഖലയിലേക്കാണ്. കുട്ടനാടെന്ന കാർഷിക മേഖലയിലൂടെ കാർഷിക ജീവിതവും
ചരിത്രവും കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് പിന്നീട് നമ്മളുടെ ജലവാഹനം എത്തിച്ചേരുന്നത് കേരളത്തിലൂടെ ഒഴുകുന്ന പുണ്യനദിയായ പമ്പാ നദിയിലേക്ക്. പമ്പാ നദിയിലൂടെ ഏകദേശം അരമണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്ര പിന്നിട്ട് 5 മണിക്കൂറുകൾക്ക് ശേഷം യാത്ര ആരംഭിച്ച ആലപ്പുഴ ബോൾജട്ടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഉല്ലാസയാത്രയുടെ ചുരുക്കരൂപം. ഈ ഉല്ലാസയാത്രയ്ക്ക് സ്വതന്ത്രമായി ബോട്ടിൽ ഓടി നടക്കാൻ അനുവദിക്കാതെ ഈ യാത്രയിൽ ആദ്യ അവസാനം ഒരു ശ്രദ്ധ കുട്ടികളിൽ കേന്ദ്രീകരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ കായലും ജലാശയങ്ങളും പ്രത്യേക സംരക്ഷണ മേഖലയായി സംസ്ഥാന സർക്കാർ പരിപാലിച്ചു പോരുന്നതിനായി യാതൊരു കാരണവശാലും നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അലക്ഷ്യമായി ബോട്ടിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയാതെ ബോട്ടിൽ അതിന് ക്രമീകരിച്ചിരിക്കുന്ന മാലിന്യ നിക്ഷേപ പാത്രങ്ങളിൽ മാത്രം നിക്ഷേപിച്ച് വരും തലമുറയ്ക്ക് കൂടി വേണ്ടി ഈ പ്രകൃതിയെയും കായൽ സൗന്ദര്യത്തെയും നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാം. നിങ്ങളുടെ യാത്രാ ടിക്കറ്റുകൾ യാത്രാവസാനം വരെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രാ ടിക്കറ്റുകൾ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ യാത്രാ ടിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നോൺ AC ക്യാബിനിലെ സഞ്ചാരികൾ AC ക്യാബിനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ജീവനക്കാരുടെ അനുവാദം തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉല്ലാസയാത്ര സുരക്ഷിതവും സുഗമവുമായി പര്യവസാനിക്കുന്നതിലേക്കായി ജീവനക്കാർ നൽകുന്ന വിലയേറിയ നിർദ്ദേശങ്ങൾ സഹോദരബുദ്ധിയാ ശ്രമിച്ച് ഈ യാത്ര ആദ്യ അവസാനം ആഹ്ലാദപ്രദമാക്കാൻ ഇന്നേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിനോദസഞ്ചാരികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ യാത്രയുടെ ഭാഗമായിരിക്കുന്ന മുഴുവൻ വിനോദസഞ്ചാരികൾക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ശുഭയാത്ര നേർന്നു. ചെറുപട്ടണത്തിന്റെ വീതിയാണ് ഈ 3 കിലോമീറ്റർ. ഇരുവശവും വലിയ ജലാശയങ്ങൾ. 250 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ദിവാനായിരുന്ന രാജാ കേശവദാസൻ ദീർഘവീക്ഷണത്തോടെ വിഭാവനം ചെയ്ത ആസൂത്രിത നഗരമാണ് ആലപ്പുഴ എന്ന ഈ ചെറുപട്ടണം. ഇരുവശവും ഭീമാകാരമായ 2 ജലാശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെറു കരപ്രദേശത്തിന് തലങ്ങും വിലങ്ങുമായി നിരവധി ചെറു കനാലുകൾ ഒഴുകുന്നുണ്ട്. ഈ കനാലുകൾക്ക് കുറുകെ കരഗതാഗതം സാധ്യമാക്കുന്നതിലേക്കായി അക്കാലത്ത് നിരവധി ചെറുപാലങ്ങളും പണിതിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ ഈ ചെറുപട്ടണത്തിന്റെ വിഭാവനം കണ്ട അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞതാണ് ഇത് കിഴക്കിന്റെ വെനീസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. പ്രകൃതി തന്റെ അനുഗ്രഹം മുഴുവൻ വാരി കോരി ചൊരിഞ്ഞിരിക്കുന്ന ലോകത്തിലെ തന്നെ അത്ഭുത ഭൂപ്രദേശമാണ് ഈ ആലപ്പുഴ. അതെ, ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇന്നും ആലപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിലേക്കായി 10,000-കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിവസേന ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജലവാഹനം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ലോകപ്രസിദ്ധ ജലകായിക മേളയായ നെഹ്റു ട്രോഫി ജലമേള അരങ്ങേറുന്ന പുന്നമട കായലിലേക്കാണ്. അതോടൊപ്പം തന്നെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന് തനതായ സ്ഥാനം നേടിത്തന്ന ഒഴുകുന്ന ഹോട്ടലുകൾ എന്നറിയപ്പെടുന്ന ഹൗസ് ബോട്ടുകളുടെ പ്രധാന ടെർമിനൽ കൂടിയാണ് ആലപ്പുഴയിൽ പുന്നമട കായലിന്റെ ഈ തീരപ്രദേശങ്ങൾ. ഏകദേശം 2000-ഓളം ഹൗസ് ബോട്ടുകളാണ് ഈ പ്രദേശത്ത് മാത്രം സർവീസ് നടത്തിപ്പോരുന്നത്. വള്ളംകളി ആസ്വാദകർക്കായി തീർത്തിരിക്കുന്ന ഗ്യാലറികൾ നമ്മളുടെ ജലവാഹനത്തിന്റെ ഇടത് ഭാഗത്തെ കരപ്രദേശത്തേക്ക് ശ്രദ്ധിച്ചാൽ സഞ്ചാരികൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏകദേശം 4 ലക്ഷത്തോളം വള്ളംകളി ആസ്വാദകരും വിനോദസഞ്ചാരികളുമാണ് ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച പുന്നമട കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേള കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി പുന്നമട കായലിന്റെ ഇരു തീരങ്ങളിലേക്കുമായി ഒഴുകിയെത്തുന്നത്. നിലവിൽ ഹൗസ് ബോട്ട് ടെർമിനലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ഹൗസ് ബോട്ടുകളെ മറ്റു ഭാഗങ്ങളിലേക്ക് ക്രമീകരിച്ചാണ് ചുണ്ടൻവള്ളം മത്സരത്തിനുള്ള റേസ് ട്രാക്കുകൾ തീർക്കുന്നത്. ആലപ്പുഴയിൽ പുന്നമട കായലിലൂടെയുള്ള ഈ സഞ്ചാരവേളയിൽ പുന്നമട കായലിൽ നെഹ്റു ട്രോഫി ജലമേള അരങ്ങേറാനുണ്ടായ ആ ചരിത്രം കൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് യാത്ര തുടരാം. അതായത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്റെ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ജലമാർഗം സഞ്ചരിച്ചാണ് എത്തിച്ചേർന്നത്. കേരളത്തിന്റെ കായൽ സൗന്ദര്യവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ആലപ്പുഴയിൽ എത്തിച്ചേർന്ന ജവഹർലാൽ നെഹ്റുവിനെ നമ്മുടെ തദ്ദേശവാസികൾ സ്വീകരിച്ചത് ചുണ്ടൻവള്ള മത്സരത്തോടു കൂടിയായിരുന്നു. ചുണ്ടൻവള്ള മത്സരം കണ്ട് ആസ്വദിച്ച ജവഹർലാൽ നെഹ്റു അന്ന് 1-ാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടൻവള്ളത്തിലേക്ക് തന്റെ സകല സുരക്ഷാ വലയങ്ങളും എത്തിച്ചുകൊണ്ട് ആവേശത്തോടെ ചാടിക്കയറുകയും തുഴച്ചിൽക്കാരോടൊപ്പം ആടിപ്പാടി നൃത്തം വെക്കുകയും തുഴച്ചിൽക്കാരിൽ നിന്ന് തുഴ വാങ്ങി ചുമല കളറിലെ ഒരു പാലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പാലത്തിന്റെ ഭാഗത്തു നിന്നാണ് റേസ് ആരംഭിക്കുന്നത്. റേസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഭാഗത്താണ്. അവിടുന്ന് നമ്മുടെ ബോട്ടിന് എതിരെയാണ് ഈ റേസ് ആരംഭിക്കുന്നത്. ആ ഭാഗത്തിലെ ഒരു പാലം പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
പാലത്തിന്റെ മധ്യഭാഗങ്ങളിൽ തൂണുകൾ ഒഴിവാക്കിക്കൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടക്കുന്ന പുന്നമടക്കാര്യം നടത്താൻ പാടില്ല എന്ന കർശന നിയന്ത്രണം അല്ലെങ്കിൽ നിയമം പാലിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പുതിയ നിർമ്മാണ രീതി പുന്നമടക്കായലിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കരയിൽ വെച്ച് നിർമ്മിച്ച് ജലത്തിലൂടെ ബോട്ടുകളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഉറപ്പിക്കുകയായിരുന്നു. ആ പാലം കാണാനുള്ള അവസരം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരും. അത് കാണാനുള്ള അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും പ്രകൃതി സൗന്ദര്യ ആസ്വാദനം എന്നതിലുപരി ഇന്നും ആലപ്പുഴയും കുട്ടനാടിനെ കുറിച്ച് പുറം ലോകത്തിന് അജ്ഞാതമായ നിരവധി സവിശേഷതകൾ സഞ്ചാരികളിലേക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് വേഗാറ്റ് വന്ന ഉല്ലാസനവുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രയിലെ മറ്റ് പ്രസക്ത ഭാഗം உள்ள போலாம்ல. என்ன ஆயிடுச்சு உனக்கு? பாவம் அழுகுறான். தலை விட்டுரு ஐசா. தலை அட்லீஸ்ட் கை காலை பிடிச்சி தலையை தொங்க விட்டுரு. ஒரு வாட்டி பண்ணால் அப்புறம் பயந்துடும். சாயங்காலம் வரைக்கும் நல்ல பிள்ளையா இருந்தால் தான் நம்ம டீலு. தம்பி தம்பி இங்கே பாரு பாரு என்ன நோண்டுற தெரியாமல் நோண்டி. ஆமாம் அதே அவன் தள்ளி விட்டுருவான். அது இது எல்லாமே வீடு தான், ஹவுஸ் போட்ஸ்.
அங்கே இருக்கணுமா? அப்படி இல்லை, இது புக்காவில் புக்காச்சுன்னா எடுத்துகிட்டு போய் ரவுண்ட் அடிச்சுட்டு அது உள்ளே சாப்பாடு, தங்குற ரூமு, பாத்ரூம், டாய்லெட்டு எல்லாமே அது உள்ள. ஒரு நாளைக்கு 10,000 ரூபாய். 10,000 ரூபாய் ஒரு நாளைக்குன்னா. காலையில் நைட்டு ஒரு இடத்துல போய் கட்டி போட்டுருவாங்க. இந்த மாதிரி அது உள்ளே இருக்கலாம். ஏசி ரூம்லாம் இருக்குது. சும்மா தண்ணியில் இப்படி ஆடிக்கிட்டு இருக்கோம், அவ்வளோதான். ஆமாம் ஆமாம், 400 ரூபாயில் நல்லாயிருக்கும். அது உள்ள நல்லா சூடாக இருக்கும். நீங்கள் இங்கே கூட உட்காந்துக்கலாம். உள்ள நான் எக்ஸ்ட்ரா காசு கொடுத்துருக்கேன் பாருங்க. ஆமாம், ஏசியில் நான் ஏசியில் இருக்கவங்க ஏசியில் வரும்போது பர்மிஷன் வாங்கிட்டு வாங்கன்னாங்க. நான் ஏசியில் இருக்கவங்க நான் ஏசி வரலாம். நம்ம தான் பைசா எக்ஸ்ட்ரா கொடுத்துருக்கோம். இங்கேருந்து ஃபோட்டோ சூப்பராக இருக்கும் உங்கள் 2 பேருக்கும். பாதி இது பாதி வெளியே தெரியும் கப்பல். வாங்க நீங்க நில்லுங்க, நான் எடுக்கிறேன். கொஞ்சம் அந்தால் பாவம் என்ன பேசுறாருன்னு புரியல. தேவையில்லாமல் பேச. அவர் சொல்கிறாரு, எக்ஸ்பிளைன் பண்ணுறாரு ஒவ்வொரு இடத்தையும். ஓ அவரா? ஐஸ்கிரீம் கிடையாது. ஒரு நாள் ஃபுல்லாக அவனுக்கு ஐஸ்கிரீம் ஒன்றே ஒன்று தான். அவ்வளோதான். ஐஸ்கிரீம் என்ன நான் சொல்கிறத கேட்கணும். 5 மணி வரைக்கும் சரி, எல்லாம் ரெஸ்ட் பண்ணியிருக்காங்க ஐஸ்கிரீம் வச்சு. அப்பப்போ என்கிட்ட கேட்கணும், நல்லா இருக்கீங்களா அப்படின்னு. நான் ஓகேவா? பத்தியா, இதுதான் செய்யக்கூடாது. திறக்கிறான் பத்தியா? எல்லாவும் நான் சாஞ்சிக்கிட்டு இருந்தேன். பைசக்காரா? இவரை உள்ள கை வைக்காத. ஐஸ்கிரீம் கிடைக்காது. விளையாடக்கூடாது. நம்மளை உள்ளே விடுவான். இதே விட மாட்டான். மாத்திட்டான். சரி விடு, நானே விடுவேன். நீ ஏன் டென்ஷனாக வர? டீப்பா இருக்கும். அவனை விட உன் டென்ஷன் தான் எனக்கு கஷ்டமாக இருக்கு. இறக்கி விட்டு தூக்கிடுங்க. சொன்ன மாதிரி அவன் கம்பி எவ்வளோ டைட்டாக பிடிச்சிருக்கான் பாரு. உன்னை நம்பி நம்ம எங்கேயாவது போக முடியுமாடா? சாயாத அதில். ஆமாம், அது சாயாது. நான் அதில் நம்ப இதெல்லாம் நம்ப முடியாது. அதை கூட நம்பலாம், இல்லை நம்ப முடியாது. ஆமாம், கேடி பக்கர் சொல்லிட்டுல செய்கிற தள்ளி விட்டு தான் திறந்தேன். அப்படியே நல்ல வேலை. ஐஷா வேணாம், நீ பண்ணுறது எனக்கு தேவையே கிடையாது. தள்ளி விட்டு இங்க வா, முன்னாடி வா. இங்க நல்லா தெரியுதுங்க. போதும் என்ன எதுக்கு இருக்கு? ஹாய் சொல்லுங்க. அதே நீங்களும் நல்லா இருக்கு. சூப்பரா இருக்கு இந்த வியூ. ஏதோ வந்து இது நினைக்கிறேன், இடத்த காமிக்கிறேன் நினைக்கிறேன். உள்ள போகணுமா? அட போப்பா, அடிவே. டீ காஃபீஸ் எல்லாமே இருக்குது கைஸ். இங்கே டீ காஃபீஸ், அதுக்கப்புறமா சமோசாஸ் அந்த மாதிரி.
சொல்லு ஏதாவது சொல்லணும்னா சொல்லு